ഹായ് എവരിവൺ. GCC വാറ്റിന്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാറ്റ്, ഡെഫിനേഷൻ ഓഫ് വാറ്റ്. എന്താണ് വാറ്റ്? അതായത് നമ്മളൊരു വാറ്റ് എന്താണ് എന്നുള്ളത് പറയുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻഡയറക്ട് ടാക്സ്, അതുപോലെ തന്നെ ഡയറക്ട് ടാക്സ് എന്ന് പഠിച്ചു. അതിൽ ഇൻഡയറക്ട് ടാക്സിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ നോക്കിയത് വാറ്റ് ആണ്. അപ്പോൾ അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാറ്റ്. ഓൾറെഡി വാട്ട് ഈസ് ദ വാറ്റ്? വാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഇൻഡയറക്ട് ടാക്സസ് ആണ്. അതായത് നമ്മൾ തന്നെ ഗവൺമെന്റ് പേ ചെയ്യല്ലാണ്ട് മറ്റൊരു വ്യക്തിക്ക് ഇത് പേ ചെയ്യുന്നു. എങ്ങനെ? ഏതെങ്കിലും ഗുഡ്സ് വാങ്ങുമ്പോഴോ സർവീസ് വാങ്ങുമ്പോഴോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ടാക്സ് വാങ്ങുന്ന വ്യക്തിക്ക് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, അത് എന്ത് ചെയ്യുന്നു? അതിനെയാണ് വാറ്റ് എന്ന് പറയുന്നത്. അത് പ്രൊഡക്റ്റോ ആവാം, സർവീസോ ആവാം. അത് നമ്മൾക്ക് കിട്ടുമ്പോൾ, ഒരു വ്യക്തിക്ക് കിട്ടുമ്പോൾ, ആ വ്യക്തി അതിന്മേൽ നൽകുന്ന ടാക്സസ് ആണ് ടാക്സ് കളക്ട് ചെയ്യുന്നത്. അതായത് ആ ടാക്സിനെയാണ്, കളക്ട് ചെയ്യുന്ന ടാക്സിനെയാണ് വാറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടാക്സ് പേ ചെയ്യുന്നത് പല പല ഘട്ടങ്ങളിലായിട്ടാണ്. അതായത് നമുക്ക് ഡയറക്റ്റ് ഒരു മാനുഫാക്ചറിങ് കമ്പനിയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഈ ഒരു ടാക്സ് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളിലേക്ക് എത്തുന്നില്ല. അത് ഒരു ലെവൽ കഴിഞ്ഞിട്ടാണ്. അതായത് മാനുഫാക്ചറർ, അതായത് ഇത് ഉണ്ടാക്കുന്ന വ്യക്തി ഡിസ്ട്രിബ്യൂട്ടർക്ക് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു മാനുഫാക്ചറർ ഡിസ്ട്രിബ്യൂട്ടർക്ക് സെൽ ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു എമൗണ്ട് ഗവൺമെന്റിന് പേ ചെയ്യുന്നു. ഡിസ്ട്രിബ്യൂട്ടർ റീറ്റെയിലർക്ക് സെൽ ചെയ്യുന്നു. അപ്പൊ റീറ്റെയിലർക്ക് സെൽ ചെയ്യുമ്പോൾ ഈ പറയുന്ന ഡിസ്ട്രിബ്യൂട്ടർ എന്ത് ചെയ്യുന്നു? ഒരു ചെറിയൊരു എമൗണ്ട്, ആ സെയിൽസിന് മേലുള്ള ചെറിയൊരു എമൗണ്ട് എന്ത് ചെയ്യുന്നു? ഗവൺമെന്റിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നു. റീറ്റെയിലർ എൻഡ് കസ്റ്റമറിലേക്ക് സെയിൽ ചെയ്യുന്നു. അപ്പോൾ എൻഡ് കസ്റ്റമറിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ആ ഒരു ടാക്സ് റീറ്റെയിലർ ഗവൺമെന്റിന് പേ ചെയ്യുന്നു. അപ്പൊ ഇതിനൊരു സപ്ലൈ ചെയിൻ വരുന്ന ഒരു കൺസെപ്റ്റ്, ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പോയി അവസാനം ഒരു എൻഡ് കസ്റ്റമറിലേക്ക് ഇത് എത്തുന്നു. ആ എൻഡ് കസ്റ്റമർ ആയിരിക്കും ഈ പറയുന്ന ഈ ഓരോ ഘട്ടങ്ങളിലുള്ള ഓരോ ടാക്സസും ഈ എൻഡ് കസ്റ്റമറിൽ നിന്നായിരിക്കും കിട്ടുക. ഇതിന്റെ എക്സാമ്പിൾ സഹിതം നമ്മൾ വരുന്ന വീഡിയോയിൽ നമ്മൾ നോക്കുന്നുണ്ട്. അതിനെയാണ് സപ്ലൈ ചെയിൻ. ഓരോ ഘട്ടങ്ങളിലും വരുന്ന ഓരോ ടാക്സസും അവസാനം എൻഡ് കസ്റ്റമറിലേക്ക് എത്തുമ്പോൾ ആ കസ്റ്റമറിൽ നിന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ആ ടാക്സ് മുഴുവനായിട്ടും കളക്ട് ചെയ്യുക. നെക്സ്റ്റ്, ഇപ്പൊ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോയിന്റ് തന്നെയാണ്. ഇതൊരു സപ്ലൈ ചെയിൻ ആണ്. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി മറ്റൊരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്ന എൻഡ് കസ്റ്റമറിലേക്ക് എത്തുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു ടാക്സ് സിസ്റ്റം ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് ഇങ്ങനെ ടാക്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അവസാനം ഇതിന്റെ ഫൈനൽ കസ്റ്റമർ ആരാണോ ആ കസ്റ്റമറിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഈ എമൗണ്ട് കളക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഈ പറയുന്ന വാറ്റ് സിസ്റ്റം. എല്ലാവർക്കും ക്ലിയർ അല്ലേ? അപ്പൊ നെക്സ്റ്റ് അടുത്ത സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.